ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ എവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോങ്സ് ഓഫ് ദ സെൽഫ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര് ബിലവഡ് ബോലസ് എന്നാണ്. ഓക്കെ, റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള മാക്സിം ഗോർക്കിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ സീൻ സംവൺ സിറ്റിംഗ് അലോൺ? നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോസ്റ്റ് ഇൻ ഡീപ് തോട്ട്, അഗാധമായിട്ടുള്ള ചിന്തയിൽ മുഴുകിയിട്ട് യു മൈറ്റ് ഹാവ് വണ്ടേർഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻ ദെയർ മൈൻഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അവരുടെ മനസ്സിൽ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് യു മൈറ്റ് ഹാവ് ഈവൻ ജഡ്ജ് ദം. നിങ്ങൾ പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ജഡ്ജ് ചെയ്തിട്ടുണ്ടാവാം. ഡു യു തിങ്ക് യുവർ ജഡ്ജ്മെന്റ്സ് വർ റൈറ്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ഒക്കെ ശരിയാണെന്ന്? ലെറ്റ് us read a story by Maxim Gorky that invites us to enter the quiet world of a human mind seeking connection. നമുക്ക് ആരുടെ കഥ വായിക്കാം? നമ്മുടെ മാക്സിം ഗോർക്കിയുടെ ഈ കുഞ്ഞു ഷോർട്ട് സ്റ്റോറി നമുക്ക് വായിക്കാം. അത് നമ്മൾ എന്തിലോട്ട് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞത് ടു എൻ്റർ ദ ക്വൈറ്റ് വേൾഡ് ഓഫ് ഹ്യൂമൻ മൈൻഡ് സീക്കിംഗ് കണക്ഷൻ. അതായത് ഒരു ക്വൈറ്റ് വേൾഡിലോട്ടാണ് ആ കഥ നമ്മളെ ക്ഷണിക്കുന്നത്, ഒരു കാം വേൾഡിലോട്ട്. ആരുടെ? ഹ്യൂമൻ മൈൻഡ് സീക്കിംഗ് കണക്ഷൻ. ആ ഒരു മനുഷ്യ മനസ്സ് എന്തൊക്കെയോ കണക്ഷൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് സീക്ക് ചെയ്യുക, തേടിക്കൊണ്ടിരിക്കണം. ആ ഒരു ലോകത്തിലോട്ട് നമുക്കൊന്ന് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാക്സിം ഗോർക്കി ഈ കഥ നമുക്ക് നരേറ്റ് ചെയ്ത് തരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കഥ നമുക്ക് നരേറ്റ് ചെയ്ത് കാണും ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ബിലവഡ് ബോലസിൽ എന്താ പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു കാര്യം, അതായത് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ. നമുക്ക് ഈ ബന്ധങ്ങളും കണക്ഷൻസും ഇല്ലാതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അത് ഫാമിലി പരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, സുഹൃത്തുപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ, പിന്നെ നൈബറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയെങ്കിലൊക്കെ പറയണം, ആരെങ്കിലൊക്കെ നമ്മൾ പരിഗണിക്കണം, പരിഗണിക്കപ്പെടേണ്ടതുമാണ്. അതായത് ഇതൊന്നും ലഭിക്കാതിരുന്നാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? അതാണ് നമ്മുടെ ഈ കഥയിൽ നമ്മുടെ മാക്സിം ഗോർക്കി നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻ അക്വൈൻറ്റൻസ് ഓഫ് മൈൻ വൺസ് ടോൾഡ് മീ ദിസ് സ്റ്റോറി. അല്ലെ, എൻ്റെ പരിചയക്കാരൻ വൺസ് ടോൾഡ് മീ ദിസ് സ്റ്റോറി, ഈ കഥ എന്നോട് ഒരിക്കൽ പറഞ്ഞതായിരുന്നു. അതായത് ഇനി നമ്മൾ കഥ അങ്ങ് തുടങ്ങുകയാണ്. ഈ കഥയിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട്, അവളുടെ പേര് തെരേസ. നമുക്ക് നോക്കാം അല്ലെ. വെൻ ഐ വാസ് എ സ്റ്റുഡൻറ് അറ്റ് മോസ്കോ ഐ ഹാപ്പൻ ടു ലിവ് അലോങ് സൈഡ് എ പോളിഷ് വുമൺ തെരേസ ബൈ നെയിം. അല്ലെ, അതായത് ഞാൻ മോസ്കോയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഐ ഹാപ്പൻ ടു ലിവ് അലോങ് സൈഡ് എ പോളിഷ് വുമൺ, എനിക്കൊരു പോളിഷ് വുമൻ്റെ കൂടെ, അതായത് ഒപ്പമല്ല, പിന്നെ ഒരേ അപ്പാർട്ട്മെന്റിൽ അപ്പുറമൊക്കെ ആയിട്ടുള്ള ഒരു മുറികൾ അപ്പാർട്ട്മെന്റിൽ എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആ പോളിഷ് വുമൻ്റെ പേരെന്തായിരുന്നു? തെരേസ ബൈ നെയിം. ഷി വാസ് ടാൾ ആൻഡ് സ്ട്രോങ്. അവൾ എങ്ങനെയായിരുന്നു? ആ പറഞ്ഞിട്ടുള്ള ടാളാണ്, സ്ട്രോങ് ആണ്, നല്ല നീളണ്ട്, നല്ല സ്ട്രോങ് ആണ്. വിത്ത് ബുഷി ബ്ലാക്ക് ഐബ്രോസ്, നല്ല കട്ടിയുള്ള ബ്ലാക്ക് ഐബ്രോസ് ഉണ്ട്. ഡാർക്ക് ബ്രൗൺ ഹെയർസ് ഉണ്ട് അല്ലെ, കറുത്ത ബ്രൗൺ ഹെയർസ് ഉണ്ട്. ആൻഡ് ലാർജ് കോഴ്സ് ഫേസ് ഉണ്ട്. ഈ കോഴ്സ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് ഫേസ് അല്ലെ, പരിപരിക്കാനായിട്ടുള്ള മുഖമുണ്ട് അല്ലെ. ദ ഗ്ലീം ഓഫ് ഹെർ ഡാർക്ക് ഐസ്. ഗ്ലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. ഹെർ തിക് ബേസ് വോയിസ് അല്ലെ, ബാസ് എന്നാണ് എഴുതിയിട്ടുള്ള, ബേസ് ആണ് അത് പ്രൊണൗൺസ് ചെയ്യുക അല്ലെ, അവരുടെ ആ ബേസ് വോയിസ്. ആൻഡ് ഹെർ മസ്കുലർ വിഗർ. മസ്കുലർ വിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത്. ഇതെല്ലാം എന്നെ ഹൊറിഫൈഡ്, ഇതെല്ലാം എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പേര് തെരേസയാണ്, നല്ല ടാളാണ്, സ്ട്രോങ് ആണ്, ബുഷി ബ്ലാക്ക് ഐബ്രോസ് ഉണ്ട്, ഡാർക്ക് ബ്രൗൺ ഹെയർ ഉണ്ട്, ലാർജ് കോസ് ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലീം ഓഫ് ഹെർ ഡാർക്ക് ഐസ്, അവളുടെ കണ്ണുകളിലെ തിളക്കം അല്ലെ, അതുപോലെ ബേസ് വോയിസും മസ്കുലർ വിഗറും എല്ലാം എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഐ ലിവഡ് ഓൺ ദ ടോപ്പ് ഫ്ലോർ ആൻഡ് ഹെർ റൂം വാസ് ഓപ്പോസിറ്റ് മൈൻ. ഞാൻ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ ഫ്ലോറിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ മുറിയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു പിന്നെ ഒരു കോറിഡോറാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ മുറി എന്ന് വിചാരിക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു ആരുടെ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ തെരേസയുടെ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കാം. ഐ നെവർ ലെഫ്റ്റ് മൈ ഡോർ ഓപ്പൺ വെൻ ഐ ന്യൂ ഹെർ ടു ബി അറ്റ് ഹോം. അതായത് അവൾ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ മുറിയുടെ ഡോർ ഞാൻ തുറന്നു നോക്കില്ലായിരുന്നു. സംടൈംസ് ഐ ചാൻസ് ടു മീറ്റ് ഹെർ ഓൺ ദ സ്റ്റെയർ കേസ് ഓർ ഇൻ ദ യാർഡ്. ചില സമയങ്ങളിൽ ഞാൻ അവളെ സ്റ്റെയർ കേസിൽ വെച്ചിട്ടും അതുപോലെ തന്നെ മുറ്റത്ത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ കാണുമായിരുന്നു. ആൻഡ് ഷീ വുഡ് സ്മൈൽ അറ്റ് മീ, എന്നെ നോക്കി പുഞ്ചിരിക്കും. ഒക്കേഷനലി, വല്ലപ്പോഴും ഐ സോ ഹെർ ഡ്രങ്ക് അല്ലെ, അവള് കുടിച്ചതായിട്ട്, ഡ്രിങ്ക്സ് ഒക്കെ എന്തെങ്കിലും അടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിത്ത് ബ്ലറി ഐസ്, എന്താണ്, മങ്ങിയ കണ്ണുകൾ അല്ലെ. ആൻഡ് ടൗസൽഡ് ഹെയർ എന്ന് പറഞ്ഞാൽ അൺടൈഡി ആയിട്ടുള്ള ഹെയർ, മുടിയൊന്നും കെട്ടാതെ പാറി പറന്നിട്ട് അല്ലെ. ഓൺ സച്ച് ഒക്കേഷൻസ് ഷീ വുഡ് സ്പീക്ക് ടു മീ. ഇത്തരം ഒക്കേഷൻസിൽ അവള് എന്നോട് എന്ത് ചെയ്യും? സംസാരിക്കുമായിരുന്നു. എന്താ സംസാരിക്കുക? ഹൗ ഡു യു ഡു മിസ്റ്റർ സ്റ്റുഡൻറ്,
എന്ന് പറഞ്ഞിട്ട് ഷീ വുഡ് സേ വിത്ത് സ്റ്റുപ്പിഡ് ലവ്, ഒരു സ്റ്റുപ്പിഡ് ആയിട്ടൊന്ന് പൊട്ടിച്ചിരിച്ച് കണ്ടാണ് എന്ന് പറയുക. അതായത് രണ്ടെണ്ണം അടിച്ച് ആ ഒരു ഇതിൽ ഇങ്ങനെ പറയുകയാണ് അല്ലേ. ഐ ഷുഡ് ഹാവ് ലൈക്ക് ടു ചേഞ്ച് മൈ ക്വാർട്ടേഴ്സ്, എനിക്ക് എൻ്റെ ക്വാർട്ടേഴ്സ്, എൻ്റെ ഈ മുറിയും ഇതൊക്കെ മാറണമെന്നുണ്ടായിരുന്നു. ബട്ട് മൈ ലിറ്റിൽ ചേംബർ, പക്ഷേ എൻ്റെ കുഞ്ഞു മുറി വാസ് എ നൈസ് വൺ, അല്ല അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദർ വാസ് സച്ച് എ വൈഡ് വ്യൂ ഫ്രം ദ വിൻഡോ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, വിൻഡോയിൽ നിന്ന് അത്യാവശ്യം നല്ല വൈഡ് വ്യൂ കാണാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് സോ ക്വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം ഇൻ ദ സ്ട്രീറ്റ് ബിലോ, അല്ലെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, താഴത്തുള്ള സ്ട്രീറ്റിൽ അല്ലെ, അതായത് ഇവിടെ മുകളിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണെന്നല്ല പറഞ്ഞത്, അത് മുകളിൽ നിന്നാണ് അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള തെരുവാണ് ഉണ്ടായിരുന്നത്. സോ എൻഡ്യൂർഡ് മീൻസ് ഐ സഫേർഡ്, ഞാൻ ഇതെല്ലാം സഹിച്ചു കണ്ട് നിന്നു. അതായത് ഇവളുടെ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവന് വലിയൊരു താല്പര്യമൊന്നുമില്ല. വൺ മോർണിംഗ് ഐ വാസ് സ്പ്രോളിംഗ് ഓൺ മൈ കൗച്ച്. കൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സോഫ പോലെയുള്ള ഒരു ഇരിപ്പിടം അല്ലെ, കൗച്ച് എന്ന് പറയും, സോഫ തന്നെ അല്ലെ. സ്പ്രെഡിങ് ഔട്ട്, അതായത് ഈ സ്പ്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഔട്ട് ഇൻ എ ലോങ്, അതായത് ഒരു ഇറഗുലറായിട്ട് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ കൗച്ചിൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇരിക്കുകയല്ല കിടക്കുകയല്ല ആ രീതിയിൽ കിടക്കുന്ന ഒരു കിടത്തം അല്ല, അതാണ് സ്പ്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം നമ്മുടെ മിസ്റ്റർ സ്റ്റുഡൻറ് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഈ കൗച്ചിൽ ഇങ്ങനെ കിടക്കുകയാണ്. ട്രൈങ് ടു ഫൈൻഡ് സം സോർട്ട് ഓഫ് എക്സ്ക്യൂസ് ഫോർ നോട്ട് അറ്റൻഡിങ് മൈ ക്ലാസ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ക്ലാസ്സിലോട്ട് പോകാൻ താല്പര്യമില്ല, പിന്നെ എന്ത് എക്സ്ക്യൂസാ പറയുക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഡോർ ഓപ്പൺഡ് ആൻഡ് തെരേസാസ് ബേസ് വോയിസ് റീസൗണ്ടഡ്, പെട്ടെന്ന് എൻ്റെ വാതിൽ തുറന്നു. തെരേസയുടെ ബേസ് വോയിസ് എന്ത് ചെയ്തിട്ടുണ്ട്, റീസൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ചെയ്തു, അവള് സൗണ്ട് കിട്ടും. ഗുഡ് ഹെൽത്ത് ടു യു, ഓക്കെ, ഗുഡ് ഹെൽത്ത് ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്താണ് ഗുഡ് ഹെൽത്ത് ടു യു, സുഖം തന്നെ അല്ലേ, സുഖമല്ലേ എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ്. മിസ്റ്റർ സ്റ്റുഡൻറ് അല്ല, ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ സ്റ്റുഡൻറ്, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ആരുടെ വർത്താനം കേൾക്കാം, നമ്മുടെ തെരേസയോടെ നമുക്ക് ആ ചിത്രം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതില് ഓൾറെഡി നമ്മുടെ മിസ്റ്റർ സ്റ്റുഡൻറ് അവൾക്കൊരു മറുപടി കൊടുത്തു കഴിഞ്ഞു. വാട്ട് ഡു യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഐ ആസ്ക്ഡ്. ഐ സോ ദാറ്റ് ഷീ വാസ് കൺഫ്യൂസ്ഡ്, അതായത് വീട്ടിലോട്ട് വന്ന ഒരാളെ നോക്കിയിട്ട് ക്ഷണിക്കൽ ഇരിക്കുന്നല്ല പറയുന്നു. വാട്ട് ഡു യു വാണ്ട്, ഈ ഒരൊറ്റ പേരിൽ അദ്ദേഹത്തിന് ഈ സ്ത്രീയോടുള്ള ഒരു എന്ത് ചെയ്യാ ഒരു അതൃപ്തി നമുക്ക് കാണാം. ഐ ആസ്ക്ഡ്, ഐ സോ ദാറ്റ് ഷീ വാസ് കൺഫ്യൂസ്ഡ്, അത് കേട്ടപ്പോൾ ഞാൻ കണ്ടു അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയ പോലെ കണ്ടു. ദിസ് വാസ് വെരി അൺയൂഷ്വൽ ഫോർ ഹർ, ഇത് അവൾക്ക് പതിവില്ലായിരുന്നു ഇങ്ങനെ വന്നിട്ട് ആളുകളുടെയൊക്കെ പരിചയപ്പെടുക. സർ ഐ വാണ്ട് ടു ബേക്ക് എ ഫേവർ ഓഫ് യു, സാറേ എനിക്ക് നിങ്ങളോട് ഒരു സഹായം ചോദിക്കാണ്ട്, വിൽ യു ഗ്രാൻഡ് ഇറ്റ്, നിങ്ങളത് സെറ്റാക്കി തരുമോ, അത് അനുവദിച്ച് തരുമോ ചോദിക്കാൻ. ഐ ലേ ദെയർ സൈലന്റ്, ഞാൻ അവിടെ മിണ്ടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, കിടന്നു. ഐ വാണ്ട് ടു സെൻഡ് എ ലെറ്റർ ഹോം, എനിക്ക് വീട്ടിലോട്ട് കത്തയക്കണമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ്, അതാ ഷീ സെഡ്. ഹെർ വോയിസ് വാസ് ബിസിഷിങ് അല്ലെ, സോഫ്റ്റ് ടീമിഡ്, അവളുടെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിഷിങ് റിക്വസ്റ്റ് പരമായിട്ടുള്ള വോയിസ് ആയിരുന്നു, സോഫ്റ്റ് ആയിരുന്നു, ടിമിഡ് ആയിരുന്നു. ടിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസിൽ ഒരു തരത്തിലുള്ള ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ഐ ജമ്പഡ്, ഞാൻ ചാടി എണീറ്റു. സാറ്റ് ഡൗൺ അറ്റ് മൈ ടേബിൾ, എൻ്റെ ടേബിളിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ടുക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു പേപ്പറിൻ്റെ ഷീറ്റ് എടുത്തു. ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞു, കം സിറ്റ് ഡൗൺ ആൻഡ് ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ അല്ലെ, ഒന്നും പേടിക്കണ്ട, പറഞ്ഞോളൂ എന്ന് പറയാണ്. ഷീ കെയിം, അവൾ വന്നിട്ടുണ്ടായിരുന്നു. സാറ്റ് ഡൗൺ, അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. വെരി ജിഞ്ചേർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. ഓൺ എ ചെയർ, ഒരു കസേരയിൽ. ആൻഡ് ലുക്കഡ് അറ്റ് മീ വിത്ത് എ ഗിൽറ്റി ലുക്ക്, എന്നെ ഒരു കുറ്റബോധത്തിന് നോട്ടം നോക്കി കാണുന്ന നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് പറയാണ്, വെൽ ടു ഹൂം ഡു യു വാണ്ട് ടു റൈറ്റ്, ആർക്കാണ് നിങ്ങൾക്ക് കത്ത് എഴുതേണ്ടത്. അപ്പോൾ അഡ്രസ്സ് പറയാണ്, ടു ബോൾസ്ലാവ് കഷ്പുട്ട് ഇൻ ദ ടൗൺ ഓൺ ദ വാർസോ റോഡ്. വെൽ ഫയർ അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് വിത്തൗട്ട് ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞോളൂ, ഇനി വേറൊന്നും ചിന്തിക്കണ്ട. അപ്പോൾ ഇനി നമ്മുടെ കത്ത് ഇങ്ങനെ പറയാണ്, നമ്മുടെ സ്റ്റുഡൻറ്റിനോട് നമ്മുടെ തെരേസ കത്തിങ്ങനെ പറയുന്നു. സ്റ്റുഡൻ്റ് അത് എഴുതുന്നു, നമ്മുടെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. മൈ ഡിയർ ബോൾസ്, അല്ലെ ഇത് ബോലസ് എന്നാണ് എന്ത് ചെയ്യുക, വായിക്കട്ടോ, ബോലസ്. മൈ ബിലവഡ്, എൻ്റെ പ്രിയപ്പെട്ടവനെ. മൈ ഫെയ്ത്ത്ഫുൾ ലവർ, എൻ്റെ സത്യസന്ധനായിട്ടുള്ള കാമുക. മേ ഗോഡ് പ്രൊട്ടക്ട് ദീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദൗ അല്ലെ യുവർ ഹേർട്ട് ഓഫ് ഗോൾഡ്, നിന്റെ ഹൃദയമുണ്ടല്ലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാ. വൈ ഹാവ് ദൗ അല്ലെ, വൈ ഹാവ് യു നോട്ട് റിട്ടൺ ഫോർ സച്ച് എ ലോങ് ടൈം ടു ദൈ സോറോവിങ് ലിറ്റിൽ ഡൗ, എന്തുകൊണ്ട് നീ കഴിഞ്ഞ കുറേ നാളായിട്ട് കത്തെഴുതില്ല. ടു ദൈ യുവർ സോറോവിങ് ലിറ്റിൽ ഡൗ, നിന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കുഞ്ഞു താറാവിന് അല്ലെ, ഡൗ താറാവല്ല, നമ്മുടെ കുഞ്ഞു മാടപ്രാവിനെ എന്തുകൊണ്ട് നീ കത്തെഴുതിയിട്ടില്ല തെരേസ. ഇത് പറയുന്ന ഈ കുഞ്ഞു മാടപ്രാവ് ആരാ, നമ്മുടെ തെരേസയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്റ്റുഡൻ്റ് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ഇതിൽ കുറച്ച് ഓൾഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് വരുന്നുണ്ട് അല്ലേ ഇവിടെ. ദി പ്രൊട്ടക്ട് യു ദൗ യുവർ അല്ലെ ഹാസ് ടു ഹാവ്, ഇതൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ.
ഐ വെരി നിയർലി ബേസ്റ്റ് ഔട്ട് ലോഫിങ്. ഞാനതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കല്ലേ, ഞാനിങ്ങനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് കപ്പാന്നൊക്കെ പറയില്ല, പൊട്ടിച്ചിരിക്കാനായിട്ട് വരിക. സോറോവിങ് ലിറ്റിൽ ഉണ്ടാവും അല്ലെ, ഒരു സങ്കടപ്പെടുന്ന അല്ലെ വിഷമിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മാടപ്രാവ്, മോർ ദാൻ 5 feet ടാൾ, 5 അടിയേക്കാളേറെ ഉയരമുള്ളൊരു മാടപ്രാവ്. നമ്മൾ ഓൾറെഡി ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാളാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു, ലാർജ് കോസ് ഫേസ് ആണെന്ന് പറഞ്ഞു, അതുപോലെ കണ്ണിലൊക്കെ എന്തുണ്ട്, ഒരു തരത്തിലുള്ള ഗ്ലെയിം ഉണ്ടെന്ന് പറഞ്ഞു, ബേസ് വോയിസ് ആണെന്ന് പറഞ്ഞു, ഒരു മസ്കുലർ വീഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ സ്റ്റുഡന്റിനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് ഒരു മാടപ്രാവ് അല്ലെ, ഒരു പ്രാവ്, അത് 5 അടിയേക്കാളുള്ള. റീസ്ട്രൈനിങ് മൈസെൽഫ്, റീസ്ട്രൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് അണ്ടർ കൺട്രോൾ മൈസെൽഫ് സമോ, എങ്ങനെയൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തിട്ട് ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു, ഹു ഈസ് ദിസ് ബോലസ്റ്റ് അല്ലെ, ആരാണ് ഈ ബോലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇവൾക്ക് ദേഷ്യം വന്നു. ബോൾസ് മിസ്റ്റർ സ്റ്റുഡന്റ് അല്ലെ, ബോലസ് ആണ് മിസ്റ്റർ സ്റ്റുഡന്റ്, ഷീ സെഡ്, ആസ് ഈഫ് ഒഫൻഡഡ് വിത്ത് മീ ഫോർ ബ്ലണ്ടറിങ്, അതായത് എന്റെ എതിരെ നിന്ന് എതിർത്തുകൊണ്ട് പറയാണ്, ഫോർ ബ്ലണ്ടറിങ്. ബ്ലണ്ടറിങ് എന്ന് പറഞ്ഞാൽ ടു ബി കെയർലെസ് ഓവർ ദ നെയിം, അതായത് ആ പേര് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്നോട് പറയാണ്, ഹീ ഈസ് ബോലസ് മൈ യങ് മാൻ, അദ്ദേഹം ബോലസ് ആണ്, എൻ്റെ യങ് മാൻ, എൻ്റെ ചെക്കനാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ. വൈ ആർ യു സോ സർപ്രൈസ്ഡ്, കനോട്ട് ഐ എ ഗേൾ ഹാവ് എ യങ് മാൻ, നിങ്ങൾ എന്തെങ്കിലും സർപ്രൈസ്ഡ് ആവണേ, എന്നെ പോലത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഹാവ് എ യങ് മാൻ, ഒരാളുണ്ടായിക്കോട്ടെ, ഒരു യങ് മാൻ ഉണ്ടായിക്കോട്ടെ. ഷീ, അവൾ, ഒരു പെൺകുട്ടി, വെൽ, നന്നായി. ഓ, വൈ നോട്ട്, എന്തുകൊണ്ടില്ല. ആൾ തിങ്സ് ആർ പോസിബിൾ, എല്ലാ കാര്യങ്ങളും പോസിബിൾ അല്ലേ. ആൻഡ് ഹാസ് ഹി ബീൻ യുവർ യങ് മാൻ ലോങ്, എത്ര നാളായി അദ്ദേഹം നിങ്ങളുടെ യങ് മാൻ ആയിട്ട്, നമ്മൾ സ്റ്റുഡന്റ് അവളോട് ചോദിച്ചു. അപ്പൊ അവൾ എന്താ മറുപടി പറഞ്ഞിട്ടുള്ളത്, 6 years, 6 വർഷം. ഓഹോ, ഐ തോട്ട്, വെൽ ലെറ്റ് ജസ്റ്റ് റൈറ്റ് യുവർ ലെറ്റർ, നിങ്ങൾ കത്ത് എഴുതട്ടെ അല്ലേ. ഓ, ഐ താങ്ക് യു മോസ്റ്റ് ഹേർട്ട്ലി സർ ഫോർ യുവർ കൈൻഡ് സർവീസ്, അതായത് കത്തൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം വളരെ വിശാലമായിട്ട് ഹൃദയപൂർവ്വം നന്ദി പറയാന്ന് പറയുന്നു. സെറ്റ് തെരേസ ടു മീ, ആരാ പറഞ്ഞത്, തെരേസ എന്നോട് പറഞ്ഞു. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്, ഞാൻ കത്ത് എഴുതി ഫിനിഷ് ചെയ്തപ്പോൾ, പെർഹാപ്സ്, ഒരു പക്ഷേ, ക്യാൻ ഐ ബി ഓഫ് സർവീസ് ടു യു ഇൻ എനി വേ, ഞാൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ സഹായം ചെയ്യണമെന്ന് എന്ത് ചെയ്യാണ് ചോദിക്കുകയാണ്. അപ്പൊ മറുപടി പറഞ്ഞെന്താ, നോ, ഐ മോസ്റ്റ് ഹംബ്ലി താങ്ക് യു ആർ ദ സെയിം. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെ എനിക്ക് താങ്കളോട് പിന്നെ നന്ദി തന്നെ ഉള്ളൂ എന്ന രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ മിസ്റ്റർ സ്റ്റുഡന്റ് പറയാം. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ് ചെയ്തു തരണോ, നിങ്ങൾ ചെയ്തുന്ന ഹെൽപ്പിന്, അല്ല വേണ്ട വേണ്ട, അതിന്റെ കുഴപ്പമില്ല, ഞാൻ വളരെ നന്ദിയായിട്ട് എനിക്ക് നിങ്ങളെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നു നമ്മുടെ സ്റ്റുഡന്റ് പറയാണ്. ഷീ ഡീപാർട്ടഡ്, അവൾ അവിടുന്ന് പുറപ്പെട്ടു, അതായത് മുറിയിൽ നിന്നുണ്ട പോയി. എ വീക്ക് ഓർ 2 പാസ്ഡ്, 1-2 ആഴ്ച കഴിഞ്ഞു. ഇറ്റ് വാസ് ഈവനിങ്, വൈകുന്നേരമാണ്. ഐ വാസ് സിറ്റിംഗ് അറ്റ് മൈ വിൻഡോ, ഞാൻ എൻ്റെ വിൻഡോന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഐ വാസ് ബോറഡ് അല്ലെ, ഞാൻ ആകെ ബോറടിച്ച് ചടച്ചിരിക്കുകയാണ്. ദ വെദർ വാസ് ഡേർട്ടി, അതായത് കാലാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല, ഡേർട്ടി ആയിരുന്നു. ഐ ഡിഡിന്റ് വാണ്ട് ടു ഗോ ഔട്ട്, പുറത്തോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ദെൻ ദ ഡോർ ഓപ്പൺ, അതായത് നല്ല ചടച്ചിരിക്കുന്നതിന് പുറത്തോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, മഞ്ഞൊക്കെ വീഴുന്ന ഒരു സംഭവമായിരിക്കാം. അതിന്റെ ഇടയിൽ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഡോർ തുറന്നു. ഹെവൻ ബി പ്രൈസഡ്, ഓ ദൈവത്തിന് നന്ദി, ആരെങ്കിലൊക്കെ ഒന്ന് വന്നല്ലോ എന്നോട് സംസാരിക്കാൻ, ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ സ്റ്റുഡന്റ്. സംവൺ കെയിം ഇൻ, ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഓ മിസ്റ്റർ സ്റ്റുഡന്റ്, യു ഹാവ് നോ പ്രസ്സിംഗ് ബിസിനസ്, അല്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ബിസിലാണോ. ഐ ഹോപ്പ് ഇറ്റ് വാസ് തെരേസ. ആരാ വന്നത്, തെരേസയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നത്. നോ, വാട്ട് ഈസ് ഇറ്റ്, എന്തായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ആസ്ക് യു, ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് പോവായിരുന്നു സർ, ടു റൈറ്റ് മീ അനദർ ലെറ്റർ, എനിക്ക് മറ്റൊരു കത്ത് നിങ്ങൾ എഴുതി തരണം. വെരി വെൽ, ടു ബോലസ്, ബോലസിനല്ലേ. നോ, ദിസ് ടൈം ഇറ്റ് ഈസ് ഫ്രം ഹിം, ഇത്തവണ ബോലസിന്റെ അടുത്ത് നിന്ന് അല്ലെ, പക്കൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. വാട്ട്, മനസ്സിലായില്ല. സ്റ്റുപ്പിഡ് ആം, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, ഞാൻ എന്ത് വിട്ടിയ, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, ഇതെനിക്കല്ല. മിസ്റ്റർ സ്റ്റുഡന്റ്, ഐ ബെഗ് യുവർ പാർഡൻ, സോറി കേട്ടോ, ഇറ്റ് ഈസ് ഫോർ എ ഫ്രണ്ട് ഓഫ് മൈൻ, ഇതാർക്കാന്നാ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ സുഹൃത്തിനായിരുന്നു. ദാറ്റ് ഈസ് ടു സേ, അത് പറയാൻ കാരണം, നോട്ട് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനല്ല, ബട്ട് ആൻ അക്വൈൻറ്റൻസ്, ആർക്കായിരുന്നു പറഞ്ഞിട്ടുള്ളത്, ഒരു പരിചയക്കാരനാണ്. എ മാൻ, ഒരു മനുഷ്യനാണ്, ഒരു മാനാണ്. ഹി ഹാസ് എ സ്വീറ്റ് ഹേർട്ട് ജസ്റ്റ് ലൈക്ക് മീ ഹിയർ, അനദർ തെരേസ അല്ലെ. അദ്ദേഹത്തിന് എന്നെ പോലെ നല്ല മനസ്സുണ്ട്, അത് ഒരു അനദർ തെരേസ പോലെയാണ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്, അതാണ് അല്ലെ. വിൽ യു സർ റൈറ്റ് എ ലെറ്റർ ടു ദിസ് തെരേസ, നിങ്ങൾ ഈ തെരേസക്ക് ഒരു കത്ത് എഴുതി തരുമെന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതിലിപ്പോ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തെരേസക്ക് ആരുമില്ല. അപ്പൊ ഈ തെരേസ ഈ നമ്മുടെ മിസ്റ്റർ സ്റ്റുഡന്റിനെ കൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതിപ്പിക്കുകയാണ്. ഒരു ബോലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഇല്ല, അത് വെറുതെ ഒരു കത്ത് എഴുതിപ്പിക്കുകയാണ്. ആ കത്ത് എഴുതിപ്പിച്ചിട്ട് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, ഇവളെന്നെ എന്ത് ചെയ്യും, അത് ബോലസ് ആയിട്ട് വായിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റാരോടെങ്കിലും എന്ത് ചെയ്യും, ബോലസിന്റെ റിപ്ലൈ എന്ത് ചെയ്യും, തെരേസക്ക് എന്ത് ചെയ്യും എഴുതും, അതും ഇവൾ എന്ത് ചെയ്യും വായിക്കും. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന് എന്ത് ചെയ്യാണ് ഇവിടെ വരുത്തി തീർക്കുകയാണ്. ഐ ലുക്ക് അറ്റ് ഹർ, ഞാൻ അവളെ തന്നെ നോക്കി.
ഹെർ ഫേസ് വാസ് ട്രബിൾഡ്. ഇത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടിട്ട് അവിടെ തന്നെ നോക്കി. അപ്പോൾ അവളുടെ മുഖമൊക്കെ ആകെ മാറാൻ തുടങ്ങി. ഹെർ ഫിംഗേഴ്സ് വർ ട്രംബ്ലിങ്. അവളുടെ വിരലുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞില്ല, ട്രംബ്ലിങ്, വിറക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ബിറ്റ് ഫോഗഡ് മീൻസ് കൺഫ്യൂസ്ഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ ഗസ്ഡ് ഹൗ ഇറ്റ് വാസ്. അതായത് ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്കൊരു തരത്തിലുള്ള എന്ത് തോന്നി എന്നാ പറഞ്ഞില്ല, ഒരു കൺഫ്യൂഷൻ തോന്നി. പിന്നെ ഞാനത് എന്താണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കി അല്ലെ. അപ്പോ നമ്മുടെ നരേറ്റർ, അതായത് നമ്മുടെ സ്റ്റുഡന്റ് അവളോട് പറയാം, ലുക്ക് ഹിയർ മൈ ലേഡി, അതെ സ്ത്രീയെ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ദർ ആർ നോ ബോലസസ് ഓർ തെരേസാസ് അറ്റ് ആൾ. ഇവിടെ ഒരു ബോലസസും ഇല്ല, തെരേസാസും ഇല്ല അല്ലെ. ആൻഡ് യു ഹാവ് ബീൻ ടെല്ലിംഗ് മീ എ പാക്ക് ഓഫ് ലൈസ്. നിങ്ങൾ എന്നോട് ഇതുവരെ ഒരു കൂട്ടം നുണകൾ പറയായിരുന്നു. ഡോണ്ട് യു കം ഫൂളിംഗ് അറൌണ്ട് മീ എനി ലോങ്ങർ. എന്റെ അടുത്തോട്ട് എന്നെ നീ വിഡിയാക്കാനായിട്ട് എന്ത് ചെയ്ത് വരരുത്. ഐ ഹാവ് നോ വിഷ് ടു ബി യുവർ ഫ്രണ്ട് ഓർ അക്വൈൻറ്റൻസ്. എനിക്ക് നിങ്ങളുടെ സുഹൃത്താവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരനാവാനോ ഓർ യുവർ യങ് മാൻ ആവാനോ ഒരു താല്പര്യവുമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ആൻഡ് സഡൻലി ഷീ ഗ്രൂ സ്ട്രേഞ്ച്ലി ടെറിഫൈഡ്. പെട്ടെന്ന് ഈ സംസാരം കേട്ടപ്പോൾ അവൾ ആകെ മാറി, പേടിച്ചു. ആൻഡ് ഡിസ്ട്രോട്ട് മീൻസ് എക്സ്ട്രീംലി വറീഡ് ആയിട്ട് ടെൻഷൻ അടിച്ചു അല്ലെ. ഷീ ബിഗാൻ ടു ഷിഫ്റ്റ് ഫ്രം ഫുഡ് ടു ഫുഡ് വിത്തൗട്ട് മൂവിങ് ഫ്രം ദ പ്ലേസ് അല്ലെ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് നീങ്ങാതെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ആൻഡ് സ്പ്ലട്ടേഡ് കോമിക്കലി. സ്പ്ലട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമിക്കലി എന്ന് പറഞ്ഞാൽ ഒരു തമാശ വിധം എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, അവൾ അവളുടെ പിന്നെ കൺഫ്യൂഷൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യാണ്, മുഖഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആസ് ഇഫ് ഷീ വാണ്ടഡ് ടു സേ സംതിങ് ആൻഡ് കുഡിന്റ്. എന്തുപോലെ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഐ വെയിറ്റഡ് ടു സീ വാട്ട് വുഡ് കം ഓഫ് ആൾ ദിസ്. ഞാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു, ഇനി എന്താണ് അടുത്തത് വരുന്നത്, ഇനി എന്താണ് ഈ തെരേസ പറയുന്നത് കാത്തിരിക്കുകയായിരുന്നു. ആൻഡ് സംഹൗ, എങ്ങനെയൊക്കെയോ, ഐ ബിഗാൻ ടു തിങ്ക് ദാറ്റ് ഐ ഹാഡ് മിസ് ജഡ്ജ്ഡ് ഹെർ ലിറ്റിൽ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഷടാ ഞാൻ അവിടെ തെറ്റിദ്ധരിച്ചോ, മിസ്ജഡ്ജ് ചെയ്തോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എവിഡന്റ്ലി സംതിങ് ഡിഫറെന്റ്. ഇത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സംതിങ് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്, ഡിഫറെന്റ് ആയിരുന്നു എന്നാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു എന്ന് പറയാണ്. മിസ്റ്റർ സ്റ്റുഡന്റ് ഷീ ബിഗാൻ, അവൾ പറഞ്ഞു, മിസ്റ്റർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു തുടങ്ങി. ആൻഡ് സഡൻലി വേവിംഗ് ഹെർ ഹാൻഡ്. പെട്ടെന്ന് അവളുടെ കൈ കൊണ്ട് ഒരു വേവ് ചെയ്യുന്ന ടാറ്റ് എന്നിട്ട് ഷീ ടേൺഡ് അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് അവളുടെ ടുവേർഡ്സ് ദ ഡോർ ആൻഡ് വെന്റ് ഔട്ട്. ഡോറിന്റെ അടുത്തോട്ട് പോകുന്നു, അവൾ എന്ത് ചെയ്യുന്നു, എന്റെ മുറിയിൽ നിന്നാണ് പോകുന്നത്. ഐ റിമൈനഡ് വിത്ത് എ വെരി അൺപ്ലസന്റ് ഫീലിംഗ് ഇൻ മൈ മൈൻഡ്. ഞാൻ എങ്ങനെയാണ് അവിടെ റിമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിത്ത് എ വെരി അൺപ്ലസന്റ് ഫീലിംഗ്. അതായത് ചേടാ ചെയ്ത് തെറ്റായോ, ഒരു സന്തോഷമില്ലാത്ത ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഐ ലിസണഡ്, ഞാൻ കേട്ടു. ഹെർ ഡോർ വാസ് ഫ്ലങ് ഓപ്പൺ വയലന്റ്. അവളുടെ ഡോർ പെട്ടെന്ന് വലിച്ചു തുറക്കുന്നതും ആൻഡ് ദെൻ സ്ലാമഡ് ഷട്ട്. പെട്ടെന്ന് ഠും പറഞ്ഞത് എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, ഡോർ അടക്കണമൊക്കെ ഞാൻ എന്ത് ചെയ്തു, കേട്ടു, ശബ്ദം കേട്ടു. ഐ തോട്ട് ഇറ്റ് ഓവർ. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ആ കാര്യത്തിനെ കുറിച്ച്. ആൻഡ് റിസോൾവ് ടു ഗോ ടു ഹെർ. ഞാൻ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ അവളുടെ അടുത്തോട്ട് ഒന്ന് എന്ത് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു. ഐ വുഡ് ഇൻവൈറ്റ് ഹെർ ടു കം ബാക്ക് ഇൻ ഹിയർ അല്ലെ. ഞാൻ വീണ്ടും അവൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എന്ത് ചെയ്യും, ക്ഷണിക്കും. ആൻഡ് റൈറ്റ് എവറിത്തിങ് ഷീ വാണ്ടഡ്. അവൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞാൻ എന്ത് ചെയ്യും, എഴുതി കൊടുക്കും. ഐ എൻറ്റേർഡ് ഹെർ അപ്പാർട്ട്മെന്റ്. ഞാൻ അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് എന്ത് ചെയ്തു, കയറിയിട്ടുണ്ടായിരുന്നു. ഷി വാസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. അവൾ ആ ടേബിളിന്റെ അടുത്തോട്ട് അടുത്ത് അല്ലെ ഇരിക്കുന്നുണ്ട്. ലീനിങ് ഓൺ ഹെർ എൽബോസ്. എങ്ങനെ ലീനിങ് ചാരി നിൽക്കുകയാണ്. ഓൺ ഹെർ എൽബോസ്. ചിലപ്പോൾ നമ്മളെ എൽബോസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു വി ഷേപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ തലയൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് ചില്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തായിരിക്കും നിൽക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചിട്ട് കയ്യിന് കുത്തും, നമ്മൾ തലക്ക് കുത്തും കൊടുത്തിട്ട് നമ്മൾ താടിക്ക് കുത്തും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കാം. വിത്ത് ഹെർ ഹെഡ് ഇൻ ഹെർ ഹാൻഡ്സ് അല്ലെ. അവളുടെ കൈകളിൽ അവളുടെ തല ഉണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിലിങ്ങനെ ഇരിക്കുക. ലിസൺ ടു മീ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഷീ ലീപ്ഡ് ഫ്രം ഹെർ സീറ്റ്. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. കെയിം ടുവേർഡ്സ് മീ വിത്ത് എ ഫ്ലാഷിംഗ് ഐസ് അല്ലെ. ഒരു ഫ്ലാഷിംഗ് തിളക്കമാർന്ന കണ്ണുകളുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരികയാണ്. ലേയിങ് ഹെർ ഹാൻഡ്സ് ഓൺ മൈ ഷോൾഡർ. എന്നിട്ട് അവളുടെ കൈകൾ എൻ്റെ ഷോൾഡറിൽ വെച്ചിട്ട് പറയാം. ഷീ ബിഗാൻ ടു വിസ്പർ. അവൾ പതിക്കം മന്ദിക്കാൻ തുടങ്ങി. ലുക്ക് യു, ഇങ്ങോട്ട് നോക്കൂ. നൗ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെയാണ്. ദർ ഈസ് നോ ബോലസ് അറ്റ് ആൾ. ബോലസ് എന്ന് പറഞ്ഞ ആളില്ല. ആൻഡ് ദർ ഈസ് നോ തെരേസ ഈതർ. അതുപോലെ തന്നെ തെരേസയില്ല. ബട്ട് വാട്ട്സ് ദാറ്റ് യു, നിങ്ങൾക്ക് എന്താ അതിന്? ഈസ് ഇറ്റ് ഹാർഡ് തിങ് ഫോർ യു ടു ഡ്രോ യുവർ പെൻ ഓവർ എ പേപ്പർ? അല്ല, നിങ്ങളൊരു പേപ്പറിന്റെ മേലെ നിങ്ങളെ പേന കൊണ്ട് വരക്കുന്നതിന് എഴുതുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ദർ ഇസ് നോ ബഡി അറ്റ് ആൾ, നീദർ ബോലസ് നോർ തെരേസ, ഓൺലി മീ. അതായത് ബോലസും ഇല്ല തെരേസും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ എന്ന് പറയാം. പാർഡൺ മീ, എന്നോട് ക്ഷമിച്ചാലും. സെഡ് ഐ, ഞാൻ പറഞ്ഞു. ആൾ ടുഗദർ ഫ്ലാബർ ഗാസ്റ്റഡ്. ഇവിടെ ഫ്ലാബർ ഗാസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിയിട്ടുണ്ട് ലാറ്റിസ്. അതായത് ഇവിടെ ഈ പറഞ്ഞപ്പോൾ ഒരുമാതിരി എന്താണ് ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത് പറയുന്നത് അല്ലെ. വാട്ട് ഈസ് ഇറ്റ് ആൾ അബൌട്ട്? ഇതെല്ലാം എന്താ? ദർ ഈസ് നോ ബോലസ് യു സേ. നിങ്ങൾ പറയുന്നു ബോലസ് ഇല്ല, നിങ്ങൾ പറയുന്നു നോ. സോ ഇറ്റ് ഈസ്.
ഇല്ല. അതുകൊണ്ട് തന്നെ നോ തെരേസ ഇത് തെരേസ ഇല്ല. നോ തെരേസ, ഐ ആം തെരേസ, ഞാനാണ് തെരേസ. ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ് അറ്റ് ഇറ്റ് ആൾ, എനിക്കിതൊന്നും മനസ്സിലായില്ല. ഐ ഫിക്സഡ് മൈ ഐസ് അപ്പോൺ ഹെർ, ഞാൻ എൻ്റെ നോട്ടം അവളെ തന്നെ നോക്കി. ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ഔട്ട്, ഇത് കാര്യങ്ങൾ മേക്ക് അല്ലേ എന്ത് ചെയ്യാൻ, മേക്ക് ഇറ്റ് ഔട്ട് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക. ബട്ട് ഷീ വെന്റ് അഗെയിൻ ടു ദ ടേബിൾ, അവൾ വീണ്ടും ആ ടേബിളിൻ്റെ അടുത്തോട്ട് പോകുന്നു. സെർച്ച്ഡ് അബൌട്ട് ഫോർ സംതിങ്, എന്തൊക്കെയോ തിരയുകയായിരുന്നു. ആൻഡ് കെയിം ബാക്ക് ടു മീ, എന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുന്നു. ആൻഡ് സെഡ് ഇൻ ആൻ ഒഫൻഡഡ് ടോൺ, എന്നെ എതിർത്തുകൊണ്ടുള്ള ടോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവള് പറയാണ്, ഇഫ് ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ യു ടു റൈറ്റ് ടു ബോലസ്, അതായത് ബോലസിനെ എഴുതുന്നത് നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലാണെങ്കിൽ, ലുക്ക് ദേർസ് യുവർ ലെറ്റർ, ദാ ഇതാണ് നിങ്ങൾ ലെറ്റർ, ടേക്ക് ഇറ്റ്, നിങ്ങൾ എടുത്തോ. അതേഴ്സ് വിൽ റൈറ്റ് ഫോർ മീ, മറ്റുള്ള ആളുകൾ എനിക്ക് എഴുതി തന്നോളും, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. ഐ ലുക്കഡ് ഇൻ ഹെർ, ഞാൻ അവളെ തന്നെ നോക്കി അല്ലേ. ഐ ലുക്കഡ് ഇൻ ഹെർ ഹാൻഡ് വാസ് മൈ ലെറ്റർ ടു ബോലസ് അല്ലെ, അതായത് ഞാൻ അവളെ നോക്കി, അതായത് അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഞാൻ ബോലസിന് എഴുതിയിട്ടുണ്ടായിരുന്ന കത്തുണ്ടായിരുന്നു. ലിസൺ തെരേസ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആൾ ദിസ്, തെരേസ എന്താണ് ഇതിന്റെ അർത്ഥം. വൈ മസ്റ്റ് യു ഗെറ്റ് അതേഴ്സ് ടു റൈറ്റ് ഫോർ യു വെൻ ഐ ഹാവ് ഓൾറെഡി റിട്ടൺ ഇറ്റ്, അത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുള്ള കത്ത് എന്തിനാണ് നീ വേറെ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, എഴുതിപ്പിക്കുന്നത്. ആൻഡ് യു ഹാവ് സെൻഡ് ഇറ്റ്, നിങ്ങളത് സെൻഡ് ചെയ്തിട്ടില്ല. സെൻഡ് ഇറ്റ് വേർ, ആർക്കയക്കാൻ, വൈ ടു ദിസ് ബോലസ്, ബോലസിന് അയച്ചോടെ. ദർ ഈസ് നോ സച്ച് പേഴ്സൺ, അത്തരത്തിലുള്ള ആളില്ലെങ്കിലും നമ്മൾ തെരേസ പറയാം. ഐ ആബ്സല്യൂട്ട്ലി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എനിക്കിതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഷീ എക്സ്പ്ലെയിൻഡ്, പിന്നെ അവള് വിശദീകരിച്ചു. വാട്ട് ഈസ് ഇറ്റ്, ഷീ സെഡ് സ്റ്റിൽ ഒഫൻഡഡ്, ഇതെന്താ അല്ലെ എതിർത്തുകൊണ്ട്. ദർ ഇസ് നോ സച്ച് പേഴ്സൺ ഐ ടെൽ യു, ഇത്തരത്തിലൊരു വ്യക്തിയില്ല, ഞാൻ പറയാം. ഷീ എക്സ്റ്റെൻഡഡ് ഹെർ ആംസ്, അവളുടെ കൈകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് നീട്ടി. ആസ് ഇഫ് ഷീ ഹെർസെൽഫ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദർ ഷുഡ് ബി നോ സച്ച് പേഴ്സൺ, അതായത് അവൾക്ക് തന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പേഴ്സൺ ഇല്ല എന്ന രീതിയിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൈകളൊക്കെ ഉയർത്തി. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു ബി ദർ, ഞാൻ അവനെ അവിടെ ആഗ്രഹിക്കുന്നു, ആ അഡ്രസ്സിൽ ആഗ്രഹിക്കുന്നു. ആം ഐ ദെൻ നോട്ട് എ ഹ്യൂമൻ ക്രീച്ചർ ലൈക്ക് ദ റെസ്റ്റ് ഓഫ് യു, ഞാനും നിങ്ങളെ പോലെയുള്ള മറ്റൊരു ഹ്യൂമൻ ക്രീച്ചർ അല്ലേ. യെസ് 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 ഐ നോ, എനിക്കറിയാം ഓഫ് കോഴ്സ്, അതെ അതെ, നമ്മൾ സ്റ്റുഡന്റ് പറയാം. യെറ്റ്, എന്നിട്ടും നോ ഹാം വാസ് ഡൺ എനി വൺ ബൈ മൈ റൈറ്റിംഗ് ടു ഹിം, അതായത് ഞാൻ ബോലസിന് എഴുതിയിട്ടു മറ്റുള്ളവർക്ക് ഞാൻ ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ്, പാർഡൺ മീ ടു ഹൂം, ആർക്ക്, ടു ബോലസിന് ഓഫ് കോഴ്സ്. ബട്ട് ഹി ഡസൻറ്റ് എക്സിസ്റ്റ്, നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ, അലാസ് അത്ഭുതം. ബട്ട് വാട്ട് ഇഫ് ഹി ഡസൻറ്റ്, അദ്ദേഹം ഇല്ല എന്ന് കരുതിയിട്ട് എന്താ, ഹി ഡസൻറ്റ് എക്സിസ്റ്റ്, ബോലസ് ഇല്ല. ബട്ട് ഹി മൈറ്റ്, പക്ഷെ അദ്ദേഹം ഉണ്ടാവണം, ഉണ്ട്. ഐ റൈറ്റ് ടു ഹിം, ഞാൻ അദ്ദേഹത്തിന് എഴുതുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഹി ഡിഡ് എക്സിസ്റ്റ്, അദ്ദേഹം ഉണ്ടായിരുന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തിന് കത്ത് എഴുതുന്നത്. ആൻഡ് തെരേസ, ദാറ്റ്സ് മീ അല്ലെ, അത് ഞാനാണ്. ഹി റിപ്ലൈസ് ടു മീ, അദ്ദേഹം എനിക്ക് റിപ്ലൈ ചെയ്യുന്നു അല്ലെ. ആൻഡ് ദെൻ ഐ റൈറ്റ് ഹിം അഗെയിൻ, ഞാൻ വീണ്ടും അദ്ദേഹത്തിന് കത്ത് എഴുതും. ഇതൊന്നുമില്ല, ഈ തെരേസ ആർക്ക് കത്ത് എഴുതും, നമ്മുടെ ബോലസിന്റെ അഡ്രസ്സിൽ കത്ത് എഴുതും. എന്നിട്ട് ആ കത്തി തെരേസ തന്നെ വായിക്കും. എന്നിട്ട് ബോലസ് അപ്പോൾ ആരാവും, നമ്മുടെ തെരേസ ആവും. അതായത് ഒരുമാതിരി ഭ്രാന്ത് കിട്ടോ, അത് ആരും ഇല്ലാഞ്ഞിട്ടാണ്, ഒരു മനുഷ്യനും ഇവളുമായിട്ട് കമ്പനിക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പിന്നെ തെരേസ വീണ്ടും കത്ത് എഴുതും, അതായത് ബോലസ് റിപ്ലൈ അയക്കണ മാതിരി അത് വീണ്ടും തെരേസ വായിക്കും. അപ്പോൾ ബോലസ് എന്ന് പറഞ്ഞ ആൾ തനിക്ക് അയച്ചല്ല, വീണ്ടും റിപ്ലൈ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഐ അണ്ടർസ്റ്റുഡ് അറ്റ് ലാസ്റ്റ്, ഓക്കെ, എനിക്ക് അവസാനമാണ് ഇതെല്ലാം മനസ്സിലായത്. ആൻഡ് ഐ ഫെൽറ്റ് സോ സിക്ക്, ഐ ഫെൽറ്റ് ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ് ഇവിടെ സോ സിക്ക് എന്ന് അർത്ഥാക്കുന്നത്, അല്ലാതെ അസുഖബാധിതനാവല്ല. സോ മിസറബിൾ, വളരെ മിസറബിൾ ആയിട്ട് എനിക്ക് തോന്നി, കഷ്ടമായിട്ട് തോന്നി. സോ അഷെയിംഡ്, എനിക്ക് നാണക്കേട് തോന്നി. സംഭവം അല്ലേ, എങ്ങനെയൊക്കെയോ ഞാൻ ഇതെല്ലാം സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് മാനേജ് ചെയ്തു. പക്ഷെ എനിക്ക് എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, മിസറബിലിറ്റി, അതുപോലെ തന്നെ ഒരു നാണക്കേടൊക്കെ തോന്നി. അലോങ് സൈഡ് മീ, എൻ്റെ കൂടെയുള്ളത്, നോട്ട് 3 yards അവേ, അതായത് 3 അടി അപ്പുറത്തുള്ളത്, അത്രയും ദൂരത്തില്ല, തൊട്ടടുത്താണ്. ഇവിടെ ഹ്യൂമൻ ക്രീച്ചർ, ഒരു മനുഷ്യജീവി, ക്രീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഹു ഹാഡ് നോബഡി ഇൻ ദ വേൾഡ് ടു ട്രീറ്റ് ഹെർ കൈൻഡ്ലി, ലോകത്ത് ആരുമില്ല അവളെ വളരെ കൈൻഡ് ആയിട്ട്, എളിമയോട് കൂടിയിട്ട്, നന്ദിയോട് കൂടിയിട്ട് അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ആരുമില്ല. വിത്ത് നോ വൺ ടു ബി അഫെക്ഷനേറ്റ് ടു ഹെർ, ആരും അവളോട് അഫെക്ഷനേറ്റ് ബന്ധമൊന്നും കാണിക്കുന്നില്ല അല്ലെ. ദിസ് ഹ്യൂമൻ ബീയിങ് ഹാഡ് ഇൻവെന്റഡ് എ ഫ്രണ്ട് ഓഫ് ഹെർസെൽഫ്, ഈ ഒരു ഹ്യൂമൻ ബീയിങ് അവളുടെ ഒരു സുഹൃത്തിനെ അവൾ തന്നെ എന്ത് ചെയ്തേക്കാണ്, കണ്ടെത്തിയേക്കാണ്. ലുക്ക് നൗ യു റോട്ട് മീ എ ലെറ്റർ ടു ബോലസ്, നീ എനിക്കൊരു ബോലസിന് കത്ത് എഴുതി തന്നു. ആൻഡ് ഐ ഗേവ് ഇറ്റ് ടു സം വൺ എൽസ്, ഞാൻ മറ്റാർക്കെങ്കിലും അത് കൊടുക്കും. ടു റീഡ് ഇറ്റ് ടു മീ, എനിക്ക് വായിച്ചു തരാൻ അല്ലെ. ആൻഡ് വെൻ ദേ റീഡ് ഇറ്റ് അല്ലെ,
ടു മീ, അവരെനിക്കത് വായിച്ചു തരുമ്പോൾ ഐ ലിസണഡ്, ഞാനത് എന്ത് ചെയ്യും കേൾക്കും. ആൻഡ് ഫാൻസിയഡ്, ഞാൻ എന്ത് ചെയ്യുന്ന പണ്ടിൽ ഫാൻസിയഡ് അല്ലെ, എന്ത് ചെയ്യുന്ന പണ്ടിൽ ഫീൽ ഡിസൈർ, താല്പര്യം കാണിക്കും. ദാറ്റ് ബോലസ് വാസ് ദയർ, അത് ചിന്തിക്കും ബോലസ് അവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കും. ആൻഡ് ഐ ആസ്കഡ് യു ടു റൈറ്റ് മീ എ ലെറ്റർ ഫ്രം ബോലസ് ടു തെരേസ. ആൻഡ് ഐ ആസ്കഡ് യു ടു റൈറ്റ് മീ എ ലെറ്റർ ഫ്രം ബോലസ് തെരേസ. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, അത് ബോലസ് തെരേസക്ക് കത്ത്. ദാറ്റ് ഈസ് ടു മീ, അത് എനിക്ക് തന്നെയാണ്. വെൻ ദേ റൈറ്റ് സച്ച് എ ലെറ്റർ ഫോർ മീ, അത്തരത്തിലുള്ള കത്ത് എനിക്ക് എഴുതുമ്പോൾ, ആൻഡ് റീഡ് ഇറ്റ് ടു മീ, എനിക്ക് അത് മറ്റാളുകൾ വായിച്ചു തരുമ്പോൾ, ഐ ഫീൽ ക്വൈറ്റ് ഷുവർ ദാറ്റ് ബോലസ് ഈസ് ദയർ, എനിക്ക് ഉറപ്പാവും എന്താണ് ബോലസ് അവിടെ ഉണ്ടെന്ന്. ആൻഡ് ലൈഫ് ഗ്രോസ് ഈസിയർ ഫോർ മീ, അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസിയർ ആയിട്ട് പോകും. ടേക്ക് യു ഫോർ എ ബ്ലോക്ക് ഹട്ട് അല്ലേ, അതായത് എന്താ പറയാ, നമ്മൾ ഞാനൊരു വിഡ്ഢി തന്നെ എന്ന് പറയില്ല. ഈ ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാർക്കാസ്റ്റിക് റെസ്പോണ്ട് ടു ആൻ ഇൻസൾട്ട് ആണ്. സെഡ് ഐ ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. വെൻ ഐ ഹേർഡ് ദിസ്, ഞാനിത് കേട്ടപ്പോൾ. ആൻഡ് ദെൻസ് ഫോർത്ത്, അപ്പോ മുതൽക്ക് അല്ലേ, ഫ്രം ദാറ്റ് ടൈം റെഗുലർലി, തുടർച്ചയായിട്ട്, ഐ റോട്ട് എ ലെറ്റർ ടു ബോലസ്, ഞാൻ ആർക്ക് എഴുതുമായിരുന്നു, ബോലസിന് എഴുതും. ആൻഡ് ആൻസർ ഫ്രം ബോലസ് ടു തെരേസ, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ബോലസ് തെരേസക്ക് എഴുതുന്ന ഒരു കത്ത് എഴുതി. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ തെരേസ തന്നെയാണ് കേട്ടോ. ഷീ ഓഫ് കോഴ്സ് ലിസൺ ടു ദം, അവൾ ഇതെല്ലാം എന്തെങ്കിലും കേൾക്കും. ആൻഡ് വെപ്റ്റ് ലൈക്ക് എനിത്തിങ്, എന്തോ പോലെ ഇങ്ങനെ വിതുമ്പോൾ അല്ലെ. ഷീ റോറഡ്, അവൾ അലറും. ഐ ഷുഡ് സേ വിത്ത് ഹെർ ബേസ് വോയിസ്, അവളുടെ ബേസ് വോയിസ് ഉണ്ട് അല്ലെ. ആൻഡ് ഇൻ റിട്ടേൺ ഫോർ മൈ സർവീസ്, അതായത് ഞാനിങ്ങനെ കത്ത് എഴുതി കൊടുക്കുന്നുണ്ട് ഇതിന് എനിക്കൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ. ഷീ ബിഗാൻ ടു മെൻഡ് ദ ഹോൾസ്, മെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുന്നുക, റിപ്പയർ ചെയ്യുക. ഐ ഹാഡ് ഇൻ മൈ സോക്സ്, എൻ്റെ സോക്സിലുള്ള ഹോൾസ് ഒക്കെ അവൾ എന്ത് ചെയ്യും, തുന്നും. ഷർട്ട്സിലുള്ള ഹോൾസ് ഒക്കെ എന്ത് ചെയ്യും, അവൾ തുന്നും. ആൻഡ് അതർ ആർട്ടിക്കിൾസ് ഓഫ് ക്ലോത്തിങ്, ക്ലോത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, തുന്നുമെന്ന് പറയുന്നു. 3 months later, 3 മാസത്തിന് ശേഷം, ഷി വാസ് ത്രോൺ ഇൻ ടു പ്രിസൺ ഫോർ സം റീസൺ, 3 വർഷം ശേഷം അവളെ എന്തിനോ കാര്യത്തിന് ജയിലിൽ അടക്കുന്നു. ഭ്രാന്തല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലെ. ഓർ ദ അതർ, ആൻഡ് എന്തോ കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊന്ന് കാരണം കൊണ്ട് അവൾ ജയിലിൽ അടക്കുന്നു. ആൻഡ് ബൈ നൗ ഷീ മസ്റ്റ് ഷുവർലി ബി ഡെഡ്, ഇപ്പോൾ അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ മാക്സിം ഗോർക്കിയോട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയാണ്. മൈ അക്വൈൻറ്റൻസ് ഷുക്ക് ദ ആഷ് ഫ്രം ഹിസ് സിഗരറ്റ്, ഇത് പറഞ്ഞിട്ട് എൻ്റെ പരിചയക്കാരൻ അവൻ്റെ സിഗരറ്റിൽ ആഷസ് തട്ടിക്കളയുന്നു. ലുക്ക്ഡ് പെൻസീവ്ലി, പെൻസീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു എൻഗേജഡ് ആയിട്ട് അറ്റ് ദ സ്കൈ, എന്നിട്ട് ആകാശത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആൻഡ് ദസ് കൺക്ലൂഡഡ്, എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, അത് കൺക്ലൂഡ് ചെയ്യാണ്. വെൽ ദ മോർ എ ഹ്യൂമൻ ക്രീച്ചർ ഹാസ് ടാസ്റ്റഡ് ബിറ്റർ തിങ്സ്, ബിറ്റർ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിപ്പേറിയ കാര്യങ്ങൾ. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം വിഷമങ്ങൾ മനുഷ്യൻ സഹിക്കുന്നോ, ദ മോർ ഇറ്റ് ഹങ്കർ ആഫ്റ്റർ ദ സ്വീറ്റ് തിങ്സ് ഓഫ് ലൈഫ്. അപ്പോൾ അതിനേക്കാളേറെ ആ മനുഷ്യൻ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, നല്ല കാര്യങ്ങൾ. അതായത് നമ്മൾ കുറേ വിഷമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചലഞ്ച് ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് എന്ത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്ന, ഒരു ചിന്ത ഉണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്, നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അതായത് ഒരാൾ നല്ലോണം പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കണം, അയാൾ ആഗ്രഹിക്കുന്ന സമാധാനം സൗകര്യമൊക്കെയാണ് ആഗ്രഹിക്കുക അല്ലെ. ആൻഡ് ബി, നമ്മളാണെങ്കിലോ റാപ്പഡ് ദ റാക്സ് ഓഫ് വെർച്യൂസ്, അതായത് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, റാക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മുഷിഞ്ഞൊരു ചെറിയൊരു കീറകഷ്ണം അല്ലെ, അല്ലെങ്കിൽ കീറത്തുണി. ഈ ഒരു കീറത്തുണി കൊണ്ട് നമ്മൾ റാപ്പ് ചെയ്തിട്ട് നല്ല കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്തിട്ട്, റിഗാർഡ്സ് അതർ ത്രൂ ദ മിസ്റ്റ് ഓഫ് അല്ലെ, എന്നിട്ട് എന്താ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, റിഗാർഡ്സ് അതേഴ്സ് ത്രൂ ദ മിസ്റ്റ് ഓഫ് അവർ സെൽഫ് സഫിഷ്യൻസി, നമ്മുടെ സെൽഫ് സഫിഷ്യൻസിയിൽ അല്ലെ. ചിലപ്പോൾ മറ്റുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പിന്നെ മഞ്ഞിലൊക്കെ പെട്ടാണ് ക്ലിയർ ആയി കണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മൾ നന്മകളും മറ്റു കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ നടക്കുകയാണ്. നമ്മൾ കൺവിൻസ് ചെയ്യാണ് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, അവർ റൈറ്റ്നെസ്, നമ്മളെ നീതി കൺവിൻസ് ചെയ്യുക നമ്മൾ സ്വയം അല്ലെ. വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, അതായത് പിന്നെ നമുക്ക് തന്നെ അറിയാത്ത പലതരത്തിലുള്ള നീതിയും നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നമ്മളൊക്കെ അതായത് നമ്മളെ പോലെയല്ല വേറുള്ള ആളുകളൊക്കെ ഇതേപോലെ വിഷമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം. ഒരു തരത്തിലൊരു മുഖംമൂടി ധരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടുള്ളത് പറഞ്ഞിട്ട്, നമ്മളൊക്കെ എല്ലാവരും നല്ലതാണെന്ന് അല്ലെ. ആൻഡ് ദ ഹോൾ തിങ് ടേൺസ് ഔട്ട് പ്രെറ്റി സ്റ്റുപ്പിഡ്ലി, ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ടേൺസ് ഔട്ട് പ്രെറ്റി സ്റ്റുപ്പിഡ്ലി ആൻഡ് വെരി ക്രൂവലി, അതായത് എല്ലാ കാര്യങ്ങളും വളരെ തെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞത് കാണിച്ചു തരുന്ന മറ്റു പല കാര്യങ്ങളൊക്കെ. ആൻഡ് വെരി ക്രൂവലി, അതായത് ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സമൂഹത്തിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ പല ആളുകളും നമ്മളോട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ക്രൂവലി ആയിട്ടൊക്കെ എന്ത് ചെയ്യും, പെരുമാറും. ഇതൊക്കെ ഇങ്ങനെ പറയാം. ബട്ട് ഇനഫ് ഓഫ് ദിസ്, ഇത് ഇത്ര മതി. ഇറ്റ് ഈസ് ആൾ ഓൾഡ് ആസ് ദ ഹിൽസ്, അതൊരു മല പോലെ പഴക്കമുള്ള, പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് എന്നും പണക്കാർ പോകും, നല്ല ആൾക്കാർ എന്നും നല്ലതിൽ പോകും, ഒറ്റപ്പെടുത്തേണ്ടവർ മനുഷ്യന്മാരൊക്കെ ഒറ്റപ്പെടുത്തിക്കാണ്ട് എന്ത് ചെയ്യും, ജീവിക്കും. അത് പണ്ടേ മുതലുള്ളതാണ്. സോ ഓൾഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഷെയിം ടു സ്പീക്ക് ഓഫ് ഇറ്റ്, ഇതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ആളുകളെ പരിഗണിക്കുന്നില്ല എന്ന് പറയാണ് അല്ലെ. വെരി ഓൾഡ് ഇന്ത്യൻ, സത്യം പറഞ്ഞാൽ ഇതിന് വളരെ പഴക്കമുള്ള, യെസ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ്, അതങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അതായത് നമുക്കൊക്കെ ഒരു മുഖംമൂടിയൊക്കെയാണ് ഉള്ളത് അല്ലെ. നമ്മൾ വിചാരിക്കുക നമ്മുടെ നീതിബോധം നല്ലതാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സംഭവം അങ്ങനെയൊന്നുമല്ല.
ഒന്ന് നോക്കൂ, നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആരെ മനസ്സിലാക്കാം, നമ്മളെ ഈ തെരേസയെ മനസ്സിലാക്കാം. അതായത് ആളുകളിൽ നിന്ന് പരിഗണനയും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെരേസ. പക്ഷെ അവൾക്ക് അത് വേണ്ടിയധികം കിട്ടുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്, അല്ലെ? അപ്പോൾ ഈ അവസാനത്തെ ഭാഗം കുറച്ച് ഒന്നാണ് ഇമോഷണൽ ആയിട്ട് പറഞ്ഞതാണ്. അതായത് എത്രത്തോളം ഒരു മനുഷ്യന് സങ്കടങ്ങൾ സഹിക്കുന്നു അത്രത്തോളം സന്തോഷവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ നീതിബോധമാണ് നല്ലതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നല്ല രീതിയിലൊക്കെ നടക്കും. സത്യത്തിൽ അങ്ങനെയല്ല. പണ്ട് മുതലുള്ള രീതിയാണ് എന്ത് ചെയ്യാൻ ആളുകളെ ഒറ്റപ്പെടുത്തുന്നതും മറ്റുമൊക്കെ എത്രയോ വർഷം മുമ്പ് തുടങ്ങി, അതിപ്പോഴും തുടർന്ന് പോരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാണ് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കഥ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പണ്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.